മുനമ്പം ഭൂമി വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വെല്ലുവിളികളുണ്ടെന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24-നോട്. പ്രതിഷേധക്കാർ കമ്മീഷനോട് സഹകരിക്കണമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടു. മുനമ്പം വഖഫ് ഭൂമി തർക്കം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മനസ്സിനെയെല്ലാം ബാധിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയൊരു തീരുമാനം വന്നിരിക്കുകയാണ്. അത് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. ആ ജുഡീഷ്യൽ കമ്മീഷന് നേതൃത്വം കൊടുക്കുന്ന രാമചന്ദ്രൻ നായർ റിട്ടയർഡ് ജസ്റ്റിസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, നമസ്കാരം. നമസ്കാരം. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സാറിന്റെ വിലയിരുത്തലുകൾ എന്താണ്? പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ എന്താണ്? ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് നോക്കി അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ആ ഇഷ്യൂസ് എല്ലാം ഗവൺമെൻറ് റെഫർ ചെയ്തേക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം റെഫർ ചെയ്ത് അതിനെ നിയമവശങ്ങൾ നോക്കി തൽപര കക്ഷികളെ കേട്ട് കമ്മീഷൻ ഫൈൻഡിങ്സ് എൻ്റർ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാനാണ് കമ്മീഷനോട് പറഞ്ഞേക്കണേ. വളരെ കുറച്ച് അപ്രായോഗികമായിരിക്കും. കാര്യം വെച്ചാൽ നൂറുകണക്കിന് ആൾക്കാരുടെ ഇഷ്യൂസാണ്. അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കണം എന്നൊക്കെ ഗവൺമെൻറ് പറഞ്ഞതായിട്ട് ഞാൻ റിപ്പോർട്ടിൽ കണ്ടു. രേഖകളൊക്കെ പരിശോധിക്കണമെങ്കിൽ അതൊരിക്കലും ഒരു 3 മാസത്തിൽ തീർക്കാവുന്ന കാര്യമല്ല. അപ്പോൾ സഹകരണം ഇവരുടെ എല്ലാ ഈ മുനമ്പത്തെ ഇതിലെ ഈ പ്രശ്നം ബാധിച്ചിട്ടുള്ള എല്ലാവരുടെയും അവിടുത്തെ ക്ലെയിമൻസിൻ്റെ അവിടുത്തെ വസ്തുവിൻ്റെ ഉടമസ്ഥന്മാരുടെ അല്ലെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യുന്നവരുടെ എല്ലാവരുടെയും സഹകരണം വേണം. അവരെ കേൾക്കണം, അവരുടെ രേഖകൾ പരിശോധിക്കണം. അപ്പം അവരുടെ സഹകരണം ഈ കമ്മീഷൻ്റെ വിജയത്തിന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ മുനമ്പം പ്രശ്നം അത് ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ അധികമായി. അപ്പോൾ ഈ കമ്മീഷൻ ഇത്രയും ചെറിയൊരു കാലയളവെന്ന് പറഞ്ഞ വെല്ലുവിളിയുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി സർക്കാരിന് മുൻപിൽ കമ്മീഷൻ്റെ പഠനം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുക, അവരുടെ ടൈറ്റിൽ ഉറപ്പുവരുത്തുക, അവരുടെ അവകാശം അവർ ക്ലെയിം ചെയ്യുന്ന അവകാശം ശരിയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യുക. പൊതുജനങ്ങളുടെ പ്രശ്നം, ഗ്രീവൻസ് ഉള്ളവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യ ചുമതല. അപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സമാധാനപരമായിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ ആർക്കും സഫറിങ് ഉണ്ടാകാതെ തീർക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ദീർഘകാലത്തെ നിയമരംഗത്തുള്ള അനുഭവ സമ്പത്തോടു കൂടിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ ഈ ഒരു കമ്മീഷൻ്റെ നേതൃത്വം വഹിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ തന്നെയും ഈ ഒരു കമ്മീഷൻ്റെ ഭാഗമായിട്ട് നിരവധിയായ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ആ വെല്ലുവിളികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ.